പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 7-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ ദൈവം അവനോട് കൂടെയിരുന്നു, ആ സകല കഷ്ടത്തിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രയീം രാജാവായ ഫറവോൻ്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രയീമിനും തൻ്റെ സകല ഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. ഹല്ലേലൂയ. സകല സങ്കടത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവം. ജോസഫിന് ജീവിതത്തിൽ അത് തന്നെ പറയാൻ പറ്റും. തൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം അതത്രേ. ജീവിതത്തിൽ മറ്റാരും കടന്നു പോകാത്ത സങ്കടത്തിലൂടെ ജോസഫ് കടന്നുപോയി. സഹോദരന്മാരാൽ തള്ളപ്പെട്ട്, ഹല്ലേലൂയ, അവരാൽ ഉപദ്രവിക്കപ്പെട്ട് മിസ്രൈമിലെ, ഹല്ലേലൂയ, സകല പ്രതിസന്ധിയിലൂടെയും താൻ കടന്നുപോയി. താൻ പൊത്തിഫറിൻ്റെ വീട്ടിൽ കാരാഗൃഹത്തിൽ ഒത്തിരി സങ്കടങ്ങളും ഒത്തിരി പ്രയാസങ്ങളും അനുഭവിച്ചു. എന്നാൽ ഇതാ ഒരു ദിവസം വന്നിരിക്കുന്നു, തനിക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും, എൻ്റെ സകല സങ്കടത്തിൽ നിന്നും എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയരെ, സങ്കടത്തിന്, കണ്ണുനീരിന്, പ്രയാസത്തിന്, ദുഃഖത്തിന് എല്ലാ കാലത്തും ദൈർഘ്യമില്ല. അതൊരു ചെറിയ കാലഘട്ടം കഴിയുമ്പോൾ ദൈവം അതിനെ എടുത്തു മാറ്റും. അത് കഴിയുമ്പോൾ ദൈവം നിനക്ക് നിത്യമായ സന്തോഷം തരും. ജോസഫിനോടുള്ള ചരിത്രത്തിൽ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, കർത്താവ് അവനോട് കൂടെയിരുന്നു. കർത്താവ് കൂടെയുണ്ടോ, നിൻ്റെ സങ്കടം അവൻ എടുത്തു മാറ്റും. കർത്താവ് കൂടെയുണ്ടെങ്കിൽ എല്ലാ സങ്കടത്തിനും ഒരു അറുതിയുണ്ട്, ഒരു അവസാനമുണ്ട്. ഹല്ലേലൂയ. അതൊരു ചെറിയ പീരീഡിലേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നാം കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നത്, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങൾ, അങ്ങനെയാണ് പറയുന്നത്. അല്പകാലത്തേക്കേ ഉള്ളൂ, കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. എന്നാൽ നിത്യമായ സന്തോഷം ദൈവത്തിൻ്റെ ദാനമത്രേ. ദൈവം സന്തോഷത്തെ തരുന്ന ദൈവമത്രേ. പലപ്പോഴും ജീവിതത്തിൽ സന്തോഷത്തെ തടുക്കുന്ന പലതിനെയും നാം ജീവിതത്തിൽ കാണാറുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഭയം നിങ്ങളുടെ സന്തോഷത്തെ തടഞ്ഞു വെക്കാം. ഹല്ലേലൂയ. നിരാശ നിങ്ങളുടെ സന്തോഷത്തെ തടയാം. ഹല്ലേലൂയ. നിങ്ങളുടെ അസംതൃപ്തി, ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരവസ്ഥ നിങ്ങളുടെ സന്തോഷത്തെ എടുത്തു കളയാം. ഹല്ലേലൂയ. വീണ്ടും തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ അസൂയ കൊണ്ട് ഒരു മനുഷ്യൻ്റെ സന്തോഷം പോയെന്നിരിക്കാം. ഇതെല്ലാം നമ്മുടെ സന്തോഷത്തെ തടയുന്നത് അത്രേ. എന്നാൽ കർത്താവ് നമുക്ക് ഇതിലെല്ലാത്തിലും ജയം തരും, ഇതിലെല്ലാത്തിലും വിടുതൽ തരും. നമ്മെ നിത്യമായ സന്തോഷത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. പ്രിയരെ, സദൃശ്യവാക്യം 17-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, ഒരു സന്തുഷ്ട ഹൃദയം നല്ല ഔഷധമാണ്. സന്തുഷ്ട ഹൃദയത്തിൽ നിന്ന് മാത്രമേ ആരോഗ്യമുള്ള ഒരു ശരീരം, ആരോഗ്യമുള്ളൊരു ജീവിതം വരത്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും നമ്മെ സിക്കാക്കി മാറ്റുന്ന, നമ്മെ രോഗിയാക്കി മാറ്റുന്ന പിശാചിൻ്റെ പല തന്ത്രങ്ങളുമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സന്തോഷത്തെ തടഞ്ഞ്, നമ്മുടെ നന്മയെ തടഞ്ഞ് ജീവിതത്തിൽ, ഹല്ലേലൂയ, ആ നന്മ എടുത്തു മാറ്റി നമുക്ക് രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് പിശാച് കൊണ്ടുപോകാം. എന്നാൽ ഹൃദയത്തിനകത്ത് നല്ല സന്തോഷം തരാൻ കർത്താവിന് സാധിക്കും. അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അവനാ സന്തോഷത്തിൻ്റെ പരിപൂർണത. ഇന്ന് പകൽക്കാലവും, ഹല്ലേലൂയ, സന്തോഷത്തെ തടയുന്ന, ഹല്ലേലൂയ, ഭയത്തെ, നിരാശയെ, അസംതൃപ്തിയെ, അസൂയയെ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പുറത്താക്കി കളയാം. നമ്മുടെ ശരീരം, നമ്മുടെ ഹൃദയം ദൈവിക സന്തോഷത്തിൻ്റെ, ഹല്ലേലൂയ, ഒരു ഉറവിടമായി തീരട്ടെ. ദൈവം അതിനുവേണ്ടി നമ്മെ ബലപ്പെടുത്തട്ടെ. ഇതാ വായിച്ച വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടോ? ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിരാശയ്ക്കോ ഭയത്തിനോ, ഹല്ലേലൂയ, സ്ഥാനമില്ല. അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഭയത്തെ ദൈവം എടുത്തു മാറ്റും. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവത്രേ. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവ്, നിങ്ങളുടെ കൂടെയുള്ള ദൈവാത്മാവ് സകല ഭയത്തെയും എടുത്തു മാറ്റും. ഭയം മാറിയോ, നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം കടന്നു വരും. മിസ്രൈമിൽ ജോസഫിന് ഭയമില്ലാതെ ജീവിക്കാൻ പറ്റിയത് കൂടെ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. ദൈവസാന്നിധ്യം ഉള്ളതുകൊണ്ട്
ഒരിടത്തും ഭയപ്പെടേണ്ടി വന്നില്ല. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാൻ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം വേണം. 2, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ നിരാശയെ എടുത്തു മാറ്റും. ഇയ്യോബിന് ഒരു കാര്യം ഉറപ്പായിരുന്നു, എൻ്റെ കൂടെ എൻ്റെ വീണ്ടെടുപ്പുകാരനുണ്ട്. അതുകൊണ്ട് കഷ്ടത കൊണ്ട് തൻ്റെ സന്തോഷത്തെ തടയാൻ പറ്റിയില്ല. വേദപുസ്തകം പറയുന്നു, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ നിരാശയ്ക്ക് സ്ഥാനമില്ല. ഒരു കഷ്ടതയും ഹല്ലേലൂയ നിരാശ കൊണ്ടുവരത്തില്ല, മറിച്ച് അത് പ്രത്യാശയ്ക്ക് കാരണമായി തീരും. ഇയ്യോബിൻ്റെ സഹിഷ്ണുതയെക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യവും നമ്മുടെ പ്രത്യാശയെ തടുക്കാൻ, പ്രത്യാശയെ എടുത്തു കളയാൻ അനുവദിക്കരുത്. പ്രത്യാശയുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ ഭാവിയെ ഓർത്ത് പുഞ്ചിരി വരും, നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം വരും, നിങ്ങളുടെ ഉള്ളിൽ ദൈവിക കൃപ വരും. നിങ്ങളുടെ സകല സങ്കടത്തിൽ നിന്നും വിടുവിക്കാൻ ദൈവിക പ്രത്യാശ നിങ്ങളെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. 3 നാം വായിച്ചു, അസംതൃപ്തി സകല സന്തോഷത്തെ എടുത്തു മാറ്റും, സങ്കടത്തെ കൊണ്ടുവരും. പ്രിയരെ, ഒരു കാര്യത്തിലും ഹല്ലേലൂയ അസംതൃപ്തിയോടെ ജീവിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പസ്തോലനായ പൗലോസ് പറയുന്നു, ഉള്ള അവസ്ഥയിലിരിപ്പാനും ഇല്ലാത്ത അവസ്ഥയിലിരിപ്പാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. ദൈവസാന്നിധ്യം ഉണ്ടോ പ്രിയരെ, അത് നമ്മളെ ഏതവസ്ഥയിലും സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിപ്പാൻ ബലപ്പെടുത്തും. പ്രിയരെ, ഉള്ളതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ഉള്ളതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ നന്ദിയുള്ളൊരു ഹൃദയം ദൈവം നമുക്ക് തരുമാറാകട്ടെ. നിങ്ങളുടെ സകല സങ്കടത്തിൽ നിന്നും അവൻ നിങ്ങളെ വിടുവിക്കും. അതിനുവേണ്ടി ദൈവിക ജ്ഞാനവും ദൈവിക കൃപയും ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. പ്രിയരെ, മറ്റുള്ളവരെ നോക്കി നമുക്ക് അസൂയപ്പെടേണ്ട. തക്ക സമയത്ത് ദൈവം നമ്മെ ആക്കേണ്ട സ്ഥലത്ത് ആക്കി വെക്കും. അവൻ മിസ്രൈമിനും സകല ഗ്രഹത്തിനും ജോസഫിനെ അധിപതിയാക്കി വെച്ചെങ്കിൽ പ്രിയരെ, ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന നിങ്ങളെയും ആക്കേണ്ട സമയത്ത് ആക്കേണ്ട സ്ഥാനത്ത് ദൈവമാക്കും. അവൻ വിശ്വസ്തനായ ദൈവമാ. അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സങ്കടത്തിൽ നിന്ന് വിടുവിക്കുന്ന, സന്തോഷത്തെ തരുന്ന നല്ലവനായ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.